ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും ഫേമസ് ആയ ടേം ആണല്ലോ ഈ SEO എന്ന് പറയുന്നത്. അപ്പോൾ ഈ SEOയിൽ കീവേഡ്സിന് എന്താണ് ഇമ്പോർട്ടൻസ്? SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. ഓക്കെ, SEO എന്ന് പറയുന്നത് കീവേഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് SEOയിൽ ഓരോ വെബ്സൈറ്റും റാങ്ക് ചെയ്യുന്നത്. കീവേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു യൂസർ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. പല ടൈപ്സ് ഓഫ് കീവേഡ്സ് ഉണ്ട്. ഷോർട്ട് ടെയിൽ കീവേഡ്സ്, ലോങ് ടെയിൽ കീവേഡ്സ്, LSI കീവേഡ്സ്, ബ്രാൻഡഡ് കീവേഡ്സ്, ട്രാൻസാക്ഷണൽ കീവേഡ്സ്, പല ടൈപ്സ് ഓഫ് കീവേഡ്സ് ഉണ്ട്. അപ്പം കസ്റ്റമേഴ്സിന് വേണ്ട പെയിൻ പോയിന്റ്സ് എന്താണോ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ കോണ്ടന്റ് എങ്ങനെയാണോ, അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കീവേഡ്സ് സെലക്ട് ചെയ്തിട്ട് ആ കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വെബ്സൈറ്റ് റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ എല്ലാ ബിസിനസ്സിനും SEO മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, എല്ലാ ബിസിനസ്സിനും SEO സ്യൂട്ട് ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം സെർച്ച് എഞ്ചിനിൽ ഇപ്പം ഒരു സർവീസ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സെർച്ച് എഞ്ചിനിൽ യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന ആ ഒരു കീവേഡ്സ് അല്ലെങ്കിൽ അത്തരം ബിസിനസ്സിനായിരിക്കും SEO കുറച്ചുകൂടി സ്യൂട്ട് ആവുന്നത്. ചില ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കും അവർ കൂടുതലായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ചില ബിസിനസ്സിന് SEO ആയിരിക്കും വേണ്ടത്, സെർച്ച് എഞ്ചിനിൽ കൂടെ ആയിരിക്കും കൂടുതൽ ലീഡ്സ് അല്ലെങ്കിൽ കൺവേർഷൻ നടക്കുന്നത്. അപ്പം എല്ലാ ബിസിനസ്സിനും SEO സ്യൂട്ട് ആയില്ലെങ്കിലും അത് ഓരോ ബിസിനസ്സിന്റെ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും SEO വർക്ക് ആവുന്നത്. ഒരു പുതിയ വെബ്സൈറ്റ് എത്ര ടൈം കൊണ്ട് നമുക്ക് അതിനെ റാങ്കിങ് കൊണ്ടുവരാൻ പറ്റും? ഒരു പുതിയ വെബ്സൈറ്റ് എത്ര ടൈം കൊണ്ട് റാങ്കിങ്ങിൽ കൊണ്ടുവരാൻ, അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തേന്ന് വെച്ചാൽ കണ്ടന്റിൻ്റെ ക്വാളിറ്റി, പിന്നെ കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സിനൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റാങ്കിങ്ങിൽ അതനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി, ബാക്ക് ലിങ്ക്സ്, വെബ്സൈറ്റിൻ്റെ സ്പീഡ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. മെയിൻലി നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചറും കണ്ടന്റിൻ്റെ ക്വാളിറ്റിയും തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ SEOക്ക് എടുക്കുന്ന വർക്ക്, എഫേർട്ട്, നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ കണ്ടന്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ആണെങ്കിൽ നല്ല രീതിയിൽ റാങ്കിങ്ങിൽ കൊണ്ടുവരാനായിട്ട് പറ്റും.